11 ലോകേഷ് അജൽസ് രചനയും സംവിധാനവും നിർവഹിച്ച് നവീൻ ചന്ദ്ര, അഭിരാമി തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ചെന്നൈയിൽ നടക്കുന്ന ഒരു സീരിയൽ കില്ലിംഗ് കേസ് സോൾവ് ചെയ്യാനായിട്ട് ACP അരവിന്ദൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡീസന്റ് വൺ ടൈം വാച്ച് ക്രൈം മിസ്റ്ററി ത്രില്ലർ ആണിത്. സിനിമയുടെ പേരിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നല്ലൊരു പ്ലോട്ട്, പക്ഷെ മേക്കിങ്ങിലെ കുറച്ച് പോരായ്മകളും കുറച്ച് കോംപ്രമൈസുകളും ഒക്കെ കൊണ്ട് ഇതിലും ബെറ്റർ ആക്കേണ്ടിയിരുന്ന ഒരു പടം ആവറേജായി മാറി എന്ന് മാത്രം. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് കുറച്ച് മുമ്പ് മുതൽ പടം അവസാനിക്കുന്നത് വരെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് പടം പോകുന്നത്. സെക്കൻഡ് ഹാഫിലെ ചില ട്വിസ്റ്റുകൾ വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു, ചിലത് നന്നായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസിൽ മെയിൻ താരങ്ങളെക്കാൾ ഇതിലെ ഫ്ലാഷ് ബാക്ക് കഥയിലെ കുട്ടികളുടെ പ്രകടനമാണ് കിടുവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ്, ബെഞ്ചമിൻ എന്നീ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് കുട്ടികൾ. ടീച്ചറായിട്ട് വന്ന അഭിരാമിയുടെ പ്രകടനം പടത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. നായകനായിട്ട് വന്ന നവീൻ ചന്ദ്ര ഒരു ഫീലാണ് നൽകിയത്. ശശാങ്ക്, ദിലീപൻ, ഋത്വിക, ദിയാഹരി, ആടുകളം നരയൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. കാർത്തിക് അശോകന്റെ ക്യാമറ കൊള്ളാം, പ്രത്യേകിച്ച് രാത്രികാല വിഷ്വൽസ്. NB ശ്രീകാന്ത് ആണ് പടത്തിന്റെ എഡിറ്റർ. D ഇമ്മാൻ ആണ് മ്യൂസിക്. ക്ലൈമാക്സിലെ മനോയുടെ ശബ്ദത്തിലുള്ള പാട്ട് കേട്ടപ്പോൾ എനിക്ക് SP ബാലസുബ്രഹ്മണ്യത്തെ ഓർമ്മ വന്നു. ഇനി പടത്തിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ലോജിക്കിനെ ഒക്കെ എടുത്ത് തോട്ടി കളഞ്ഞിട്ട് വേണം ഈ പടം കാണാനായിട്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ പാട്ടും നായകന്റെ ഇൻട്രോ ഫൈറ്റ് ഇതൊന്നും പടത്തിൽ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നായികയുടെ സീനുകളൊക്കെ ക്രിഞ്ച് ഫെസ്റ്റ് ആണ്. പിന്നെ നോക്കിയപ്പോൾ നായിക തന്നെയാണ് പടത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളുമെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ സ്വാഭാവികം. ഇതൊക്കെ കുറച്ച് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ തന്നെ പടത്തിന്റെ ലെങ്ത് ഒരു 1/4 മണിക്കൂറെങ്കിലും കുറയുമായിരുന്നു എന്ന് തോന്നി. ആദ്യത്തെ ഈ സീനുകൾ കാരണം ഞാൻ പലതവണ നിർത്തിയാണ് ഈ പടം കണ്ടു തീർത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവെല്ലിന് കുറച്ചു മുമ്പ് മുതൽ അവസാനം വരെ പിന്നെ പടം അങ്ങോട്ട് ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങുമായിട്ടാണ് പോകുന്നത്. ഈ കടമ്പകളൊക്കെ താണ്ടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡീസന്റ് പടം തന്നെ കിട്ടും. ആകമൊത്തം ടോട്ടലിൽ ക്രൈം മിസ്റ്ററി ഫിലിം ലവേഴ്സിന് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് അല്ലെങ്കിൽ ആവറേജ് ത്രില്ലർ എന്ന് പറയാം. ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. തുടക്കത്തിലെ കുറച്ച് ക്രിഞ്ചൊക്കെ സഹിക്കണമെന്ന് മാത്രം. ആമസോൺ പ്രൈം വീഡിയോയിലും ആഹാ എന്ന പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് പടം കാണാൻ കഴിയും. ഈ പടം തമിഴിലും തെലുങ്കിലും ഒരുമിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. തമിഴിനൊപ്പം തന്നെ മലയാളം, ഹിന്ദി വേർഷനുകളും അവൈലബിൾ ആണ്. ഞാൻ തമിഴ് തന്നെയാണ് കണ്ടത്. 18+ ഒന്നുമല്ല, പക്ഷെ ചില കില്ലിംഗ് സീനുകൾ ഉണ്ടെന്ന് മാത്രം. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.